കടുവ ചത്തിട്ടും കണ്ടിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം കാപ്പി പറിക്കുന്ന കാപ്പിത്തോട്ടത്തിലുണ്ടായിരുന്നു. ഒരാളെ സുഖമില്ലാണ്ട് ആശുപത്രി കൊണ്ടുപോയപ്പോ തിരിച്ചു വരുമ്പോ ആ ഓട്ടോറിക്ഷയുടെ മുന്നിലേക്കാണ് ആ പുലി ചാടിയത്. പിന്നെ മോനൊക്കെ വരുന്ന രാത്രിയാണ് വരിക. അവരൊക്കെ വരുമ്പോൾ പുലിന്റെ ശല്യം ചിലപ്പോൾ വണ്ടിയിൽ കിടന്നുറങ്ങും വന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാഞ്ഞിട്ട്. എന്നിട്ട് വണ്ടി ലോക്കായിട്ട് അതിന്റെ ഉള്ളിൽ കിടന്നു. എന്നിട്ട് രാവിലെ വീട്ടിലേക്ക് വന്നു. ഭയങ്കര പ്രശ്നമാണ്. എങ്ങനെ ഞങ്ങൾ ജീവിക്കുന്നെന്നെ അറിയില്ല. കടുവ ഇതിങ്ങനെ പാസ്സായിട്ടുണ്ട്. ഇതിലെങ്ങനെ പാസ്സായി പോകും. മേലെ മെയിൻ റോഡ് മുറിച്ചിട്ട് ഇങ്ങോട്ട് കിടക്കും. നേരെ വെളുത്താലല്ലേ സത്യം പറഞ്ഞാല് നമുക്ക് പണിക്ക് കൊടുത്തേ കുരങ്ങൻ. വൈകുന്നേരം പുലി, കടുവ, പന്നി, ഇതാണ് ഞങ്ങളെ അവസ്ഥ. കറി ഉണ്ടാക്കുമ്പോഴേക്ക് ഇപ്പുറത്ത് ബേക്കൂടി രാവിലെ എടുത്തോണ്ടോ എന്നെ കംപ്ലീറ്റ് സാധനങ്ങളും കറി ഉണ്ടാക്കി എല്ലാം കൈയിട്ട് വരെ കഴിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഫുള്ളും നാശാക്കണം. പിന്നെ കുരങ്ങ് വന്നാൽ ഞങ്ങൾക്ക് ഒച്ചയിട്ട് ഞങ്ങൾ മതിയായ സീറ്റൊക്കെ പൊട്ടിച്ചൊക്കെ നശിപ്പിച്ചിരിക്കുന്നു. പുകക്കോയിൽ പൊട്ടിച്ചിട്ട് ഞാൻ അടുപ്പ് കത്തിക്കലില്ല. ഒരു 2-3 പ്രാവശ്യമായിട്ട് എൻ്റെ മീറ്റർ കടിച്ച് പറിച്ച് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. മീറ്റർ പിന്നെ വീട്ടിൽ കയറിയിട്ട് ഭയങ്കര സാധനങ്ങളൊക്കെ എടുത്തിട്ട് ജനലും വാതിലും ഒന്നും തുറന്നിടാൻ പറ്റില്ല. നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ വാതിലടയ്ക്കണം, അകത്തേക്ക് കയറിയാൽ വാതിലടയ്ക്കണം. യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ശല്യമാണ്. ഒരു വരവിൽ 10-500 കുരങ്ങ് വരും. നേരിട്ട് കണ്ടിട്ടുണ്ട്, പേടിച്ചിട്ട് ഓടിയിട്ടുണ്ട്. ആനയാണ്, പുലിയാണ്, എല്ലാരും ഉണ്ട്. അയ്യോ, ഒരു വീട്ടില് നിങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വീട്ടിൽ ആളില്ലാന്ന്. ജനവാതിലും വാതിലും ഒക്കെ അടച്ചിട്ടാണ് ഞങ്ങള് അതിന്റെ ഉള്ളില്. കാരണം ഒരു രക്ഷയില്ല. ഇവിടെ ഒന്ന് ടൗണിൽ നിന്ന് പോയിട്ട് വരാനോ ഒന്നിനും ഒരു സൗകര്യമില്ലാത്തൊരു ഇതാണ്. ഇപ്പൊ ഇങ്ങനെ പേടിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ഇപ്പൊ ഈ മെയിനായിട്ട് ഇപ്പൊ ഈ കാടാണ് മേലെ നിങ്ങൾ കാണുന്ന നേരം മുമ്പില്ല മനന്റെ അവിടെയാണ് ഇപ്പോ എല്ലാ സാധനവും ഉണ്ടാവും. പുലി മുറ്റത്ത് കൂടെ ഒക്കെ നമ്മളവിടുന്ന് 2 നായനെ കൊണ്ടുപോയത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ റിപ്പൺ എസ്റ്റേറ്റിലാണ്. റിപ്പൺ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള 9-ാം നമ്പർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അതായത് ഓടത്തോട്, കുന്നമ്പറ്റ എന്നീ 2 സ്ഥലങ്ങളുടെ നടുക്കായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. പുലിയുടെ ശല്യം കൊണ്ടും അതുപോലെ തന്നെ കുരങ്ങൻ്റെ ശല്യം കൊണ്ടും പൊറുതി മുട്ടി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. പുലിയെ നിരന്തരം ദിവസം എന്ന് പറയുന്ന പോലെ കാണുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീടിൻ്റെ മുൻവശത്ത് ഒരു മതിലിൻ്റെ മുകളിലായിട്ട് പുലി ഇരിക്കുന്ന ദൃശ്യം ആ വീട്ടുകാർ തന്നെ പകർത്തിയ ഒരു ദൃശ്യം നമുക്ക് കിട്ടിയിരുന്നു. ആ വീഡിയോ ക്ലിപ്പ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത് നടന്ന പ്രദേശത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ദിവസേന ഇവിടെ പുലികളെ കാണുന്നുണ്ട്. 2-ലധികം പുലികളൊക്കെ ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ ആളുകൾ തന്നെ പറഞ്ഞ് മനസ്സിലാകുന്നത്. അതുമാത്രമല്ല, കുരങ്ങിൻ്റെ ശല്യം അതിരൂക്ഷമാണ്. കുരങ്ങിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല. കുരങ്ങുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ അതിഭീകരമാണ്. താരതമ്യേന നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ പോലും പക്ഷേ കുരങ്ങ് മനുഷ്യർക്ക് വരുത്തി വെക്കുന്ന നാശനഷ്ടം അതിഭീകരമാണ്. ഭക്ഷണ സാധനങ്ങൾ വരെ നശിപ്പിക്കുന്നുണ്ട്. ഏതായാലും ആ ഒരു പ്രദേശമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ ജീവിതം അത്ര സുഖകരമല്ല. ആളുകൾ വന്യജീവിയുടെ പ്രശ്നം വലിയ തോതിൽ തന്നെ നേരിടുന്നുണ്ട്. നമുക്കിവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കെട്ടിടവും കാര്യങ്ങളൊക്കെ കാണാം. ആ ഒരു ഭാഗത്താണ്, അതാണ് പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ നിരവധി തവണ പെരുന്തട്ടയെക്കുറിച്ചും പെരുന്തട്ടയിലെ വന്യമൃഗ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ആ ഒരു പുലി കിടക്കുന്ന ഒരു പാറ നമ്മൾ പല എപ്പിസോഡുകളും കാണിച്ചിട്ടുണ്ട്. ആ ഒരു പാറയാണ് ഇതാ ഇവിടെ കാണുന്നത്. ഉണ്ടോ? അവിടെയാണ് സ്ഥിരമായിട്ട് പുലി വന്ന് കിടക്കാറുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള പ്രദേശമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പ്രദേശം കംപ്ലീറ്റ്, ഇതിൻ്റെ താഴ്വാരം മുഴുവൻ വീടുകളുള്ള സ്ഥലമാണ്. അവർ വലിയ തോതിലാണിപ്പോൾ വന്യജീവി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. ചേച്ചിയുടെ പേരെങ്ങനെയാ? റീജ. ഇവിടെ എന്തൊക്കെ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളാണുള്ളത്? ഇവിടെ ഇപ്പൊ നിലവില് പുലി, കുരങ്ങൻ, പന്നി. പുലി ഇപ്പൊ കുറേ ആയോ? അങ്ങനെ കുറേ. ഇവിടെ എവിടുന്നാ? ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഉണ്ടോ? അതാ കാണുന്ന ഫോറസ്റ്റ് ആണ്. ആ കാണുന്നത്. പിന്നെ പോരാത്തന്നെ എലസ്റ്റേൻ എസ്റ്റേറ്റ് ആണ് ഈ കാട്. അത് എസ്റ്റേറ്റിന്റെ ഭാഗമല്ലേ? താഴോട്ട് എസ്റ്റേറ്റ്, മേലെ ഫോറസ്റ്റ് ആണല്ലേ. പിന്നെ ഇപ്പൊ പുൽപ്പാറ ആ എസ്റ്റേറ്റ് ആണ് കാട് മൂടി കിടക്കുന്നത്.
പെരുന്തട്ടം. അപ്പം സ്ഥിരം പുലിയുണ്ടല്ലോ ഇവിടെ? സ്ഥിരമായിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു വീടിന്റെ മുമ്പ് വന്നിരുന്നത് ഇവിടെ അല്ലേ? ഇപ്പം ഇന്നലെ പറഞ്ഞ് 4 ഉണ്ടെന്നാണ് പറയുന്നത്. ആണല്ലേ? ഈ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസം? ഇവിടെ ഇപ്പൊ ഒരു 2-3-4 വർഷമായല്ലോ ആയി. ഇവിടെ സ്ഥിരം വരുന്നുണ്ടല്ലേ? നിങ്ങൾ പരാതിപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്തോ? പരാതിയൊക്കെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായാലും കാര്യമില്ല. ആണല്ലേ? വളർത്തുമൃഗങ്ങളെ പിടിക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ? ഇവിടെയാ? ഒന്നുമില്ലല്ലേ? ഇല്ല. വളർത്തുമൃഗങ്ങളില്ല അങ്ങനെ? ഇല്ല. കാരണം ഉണ്ടായിരുന്നു മുന്നേ ആട്. അപ്പൊ ആരും വളർത്തുന്നില്ല പേടിച്ചിട്ട്. ആടിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്റെ ചേച്ചിക്ക് വളർത്തിയായിരുന്നേ. അതുപോലെ ചില സമയത്ത് നായ്ക്കളെ ശല്യങ്ങൾ ഉണ്ടാവും. അത് കംപ്ലീറ്റും നായ്ക്കളുണ്ടെങ്കിൽ പിടിച്ചോണ്ടോ. അതുകൊണ്ട് നായി പിന്നെ ആടിനെയും പശുവിനും ആരും വളർത്തുന്നില്ല. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാ? ഇതിപ്പോ 9 നമ്പർ അവിടെ പറയാ, കുന്നമ്പറ്റയാണ് വരുന്നത്, മേപ്പാടി പഞ്ചായത്ത്. എനിക്ക് ആ പുലി കഴിഞ്ഞ ദിവസം വീടിന്റെ മുമ്പ് വന്ന് ആ സ്ഥലം കാണിച്ചോ? കുറച്ചങ്ങോട്ട് പോണേ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത് മൊത്തം തോട്ടമാണ്. ഇത് ശരിക്കും ഏതാ എസ്റ്റേറ്റ്? ഏതാ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന റിപ്പൺ എസ്റ്റേറ്റ്. റിപ്പൺ അല്ലേ? റിപ്പൺ എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. ഇവിടെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം പട്ടയുള്ള സ്ഥലങ്ങളല്ലേ? അല്ല, ഇതിപ്പോ ഒരു നാളെ വെട്ടെന്ന് പറഞ്ഞു. ഇതിപ്പോ നമുക്ക് ബുദ്ധിമുട്ടുള്ളതല്ലോ. അല്ല, ഈ വീടിരിക്കുന്ന സ്ഥലം എല്ലാം പട്ടയുള്ള. ആന അങ്ങനത്തെ ഒക്കെ ഇങ്ങോട്ട് ആ ഗേറ്റ് വരെ ആന വന്നിട്ടുണ്ട്. നമ്മൾ കിടക്കുന്നേ ഒരു ദിവസം ഒറ്റ അങ്ങോട്ടോ കാൽഭാഗം വന്നു. പക്ഷെ ഇങ്ങോട്ട് കടന്നിട്ടില്ല. ഇങ്ങോട്ട് കടന്ന അവർ തിരിച്ചു കയറൂല്ല. ഇവിടെ പിന്നെ അങ്ങനെ വേറെ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. കൃഷി ഇല്ലാത്തത് ഉണ്ടാക്കാഞ്ഞിട്ടല്ല, ഈ കുരങ്ങന്റെയും പന്നീന്റെ ശല്യം ഇവരെ കാരണം ആരും കൃഷി ഉണ്ടാക്കാത്തെ. അല്ലെങ്കിൽ വാഴയും എല്ലാരും വീടുകൾ കൃഷി ചെയ്തവരായിരുന്നു. ഇപ്പൊ ഒരു കാന്താരി ചെടി പോലും ആരും നടുന്നില്ല. ചേച്ചിയുടെ പേരെങ്ങനെയാ? ശാരദ. ഈ സ്ഥലം ഇത് 9 നമ്പർ പോടാർ എസ്റ്റേറ്റിന്റെ ഒരു അതിരാണിത്. ഇവിടുത്തെ സ്ഥിരം അങ്ങനെ പുലിയുടെ പ്രശ്നമുണ്ടല്ലേ? പുലിയുടെ ഭയങ്കര പ്രശ്നമാണ് ഞങ്ങക്ക്. എന്താ പറയാ, രാത്രി 6-6:30 കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നമ്മൾ എന്നും ഒറ്റ നേരത്തെ നമ്മൾ വീട്ടില് എല്ലാരും ജോലിക്ക് പോണതല്ലേ, ഓരോ സമയങ്ങളാണ് ഓരോരുത്തർ വരിക. അപ്പൊ ജീവനും കൈയും പിടിച്ചുകൊണ്ട് വരും. അപ്പൊ ഈ 2 ദിവസം കഴിഞ്ഞാഴ്ച 2 പേര് ഒരാളെ സുഖമില്ലാണ്ട് ആശുപത്രി കൊണ്ടുപോയപ്പോ തിരിച്ചു വരുമ്പോ ആ ഓട്ടോറിക്ഷയുടെ മുന്നിലേക്കാണ് പുലി ചാടിയത്. പിന്നെ അതേമാതിരി ഭാര്യനെ ജോലി സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുമ്പോഴും രാത്രി 11:30 മണിയായി. അപ്പോഴും പുലി ചാടി. എന്തോ അവരെ ദൈവഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടത്. ഞങ്ങൾ ഈ പുലിയും ഈ കുരങ്ങനും കൊണ്ട് ഈ പ്രദേശം ഞങ്ങൾക്ക് ഒരു വസ്തു ഒന്ന് നമുക്കൊരു എന്തേലും ഒരു വിത്ത് ഇട്ടാ നമുക്ക് എന്തെങ്കിലും ഒന്ന് മണ്ണിൽ പണിയെടുത്ത് തിന്നാനും ഞങ്ങൾക്ക് ഒരു വഴിയില്ല. കുരങ്ങനും പന്നിയും ഈ പുലിനെ കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടി. അത് ആ കാണുന്ന പാറയിലാണ് പുലി ഉണ്ടായത്. പിന്നെ അതാ ഈ പ്രദേശം മൊത്തം പോടാർ എസ്റ്റേറ്റിന്റെ ആണ്. ഈ മൊത്തം കാട്. അവരുടെ അടുത്തൊക്കെ ഒന്ന് വെട്ടിത്തരാൻ പറഞ്ഞിട്ട് ഈ അധികാരികൾ ആരും ഒന്ന് ഈ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിക്കാണ്ട് ഞങ്ങള് അത്രയും ദുരിതത്തിൽ കഴിയാം. ചെറിയ മക്കളും ഇപ്പൊ സാറ് വരുമ്പോ തന്നെ കണ്ടില്ല, എല്ലാ മക്കളും വീട്ടിന്റെ ഉള്ളിൽ പകലെന്നെ വീട്ടിന്റെ ഉള്ളിൽ അടിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്തു നിന്നാണ് പുലി ഓടിയത്. അപ്പൊ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ എങ്ങനെ ആരുടെ കയ്യില, ഞങ്ങൾ ആരോടാ പറയും, ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ സുരക്ഷിതമായിട്ട് ഞങ്ങൾ നോക്കും. ഞങ്ങൾക്ക് അന്നന്ന് അത്താഴ പട്ടിണിക്കാർ, അന്നന്ന് ജോലിക്ക് പോയി ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പ്രദേശമുള്ള ആൾക്കാർ. വീടിന്റെ അകത്തൊക്കെ കയറുന്നില്ലേ? അയ്യോ, ഒരു വീട്ടില് നിങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വീട്ടിൽ ആളില്ലാന്ന്. ജനവാതിലും വാതിലും ഒക്കെ അടച്ചിട്ടാണ് ഞങ്ങള് അതിന്റെ ഉള്ളില് ഞങ്ങള് ജീവിക്കുന്നത്. പുലി കഴിഞ്ഞ ദിവസം വീടിന്റെ മുൻപ് ഇവിടെ അടുത്ത് തന്നെയല്ലേ? അവിടെ തന്നെ ഈ 10 വീടിന്റെ അങ്ങോട്ടാണ് പുലി ഉണ്ടായത്. നമ്മളെ തൊട്ട അയൽവക്കാണ് അവര്. നമ്മള് പേരെങ്ങനെയാണ്? ശേഖരൻ. ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നം പറഞ്ഞാൽ ഈ കാട് ഇതല്ല, പുലി മുറ്റത്ത് കൂടെ ഒക്കെ നമ്മളവിടുന്ന് 2 നായിനെ കൊണ്ടുപോയത്. അവിടെ വന്നിട്ട് 2 നായ്ക്കുട്ടികളെ കൊണ്ടുപോയി, പിന്നെ നായിനെ കൊണ്ടുപോയി, പിന്നെ കുരങ്ങന്മാരെ ശല്യം. പിന്നെ രാത്രി ഒന്നും ഇറങ്ങാനേ പറ്റൂല. ഇത് ഈ കാടൊന്നും വെട്ടുന്നില്ല. ഒന്നാമത് അപ്പുറപ്പുറമൊക്കെ കാടാണ്. എങ്ങനെയാ ജീവിക്കാൻ തന്നെ ഭയങ്കര പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് തന്നെ. ഞങ്ങൾ ഈ ദിവസം പണിക്ക് പോയിട്ട് പണി കഴിഞ്ഞിട്ട് വരുന്നത് തന്നെ പേടിച്ചിട്ടാണ് വരിക. എന്താ പറഞ്ഞാല് നേരത്തിന് എത്തണല്ലോ പറഞ്ഞിട്ട്. പുലിയെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ? നേരിട്ട് തന്നെ ഇത്രയോ പ്രാവശ്യം ഈ റോട്ടുമ്പെന്നൊക്കെ കണ്ടിട്ട്. സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്ക് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും വരൂല്ല, വണ്ടിക്കാർ വിളിച്ചാലും വരില്ല. നായ്ക്കളൊക്കെ എടുത്തിട്ട് പോയിക്കണേ. കുരങ്ങ് പിന്നെ വീടിന്റെ ഉള്ളിൽ കുരങ്ങ് അതാ നമ്മളെ വീട്ടിന്റെ ആ സീറ്റൊക്കെ പൊട്ടിച്ചിട്ട് അകത്ത് കയറിയിട്ടുള്ള അരിയും സാധനങ്ങളൊക്കെ എടുത്ത് നാസ് കുസിയാക്കിയിട്ട് എന്തൊക്കെ ആട്ടിവാക്കണം. ഭയങ്കര സ്വന്തമാ. നമ്മളെ ആ വീട്ടിന്റെ അവന്റെ ആ സീറ്റൊക്കെ പൊട്ടിച്ചിരിക്കണേ. എന്നിട്ട് ആ പായിട്ടില്ല ഞാൻ കെട്ടി വെച്ചിട്ടുള്ളത്. ഇത് പരാതിപ്പെട്ടിരുന്നോ?
പരാതിപ്പെട്ടിട്ട് എന്താണ് ഇന്നലെ വിളിച്ചപ്പോൾ വന്നിരുന്നു അവരെന്നിട്ട് ആട്ടി വിട്ടില്ല. അത് അങ്ങോട്ട് പോയി അവർ പോയപ്പോൾ അവരെ വൈത്താലത്തിൽ ഇങ്ങോട്ട് പോന്നു കുരങ്ങ്. സാർ ഈ പാറയില്ലേ ഇതിന്റെ മേലെയാണ് ഈ രാത്രി വന്നിരിക്കും പുലിയാ? ആ പുലി. പിന്നെ നമ്മളെ വഴി ഇങ്ങനെയാണ് പോകുന്നത് ആ മേലെ കൂടി. അപ്പൊ ഇന്നാളിപ്പോ ഇവിടെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ 6 മണിക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ആ പുലർച്ചെ രാവിലെ ഒരാൾക്ക് ഇവിടെ പണിക്ക് പോകാൻ സത്യം പറഞ്ഞ പേടിയാണ്. അപ്പൊ എല്ലാരും തന്നെ ഇവിടെ കാണുന്നുണ്ടല്ലേ? ആ ഒരു മനുഷ്യൻ ചത്താൽ ആർക്കും ഒരു പ്രശ്നമില്ല. എവിടെങ്കിലും ഒരു പിന്നെ പുലിയോ പന്നിയോ എന്ന് പറഞ്ഞാല് കുരങ്ങെന്ന് പറഞ്ഞാല് ഡൽഹിയിൽ നിന്ന് വരെ ഇവിടെ ആള് വരുന്നേ. അത്ര പോലും മനുഷ്യന് യാതൊരു വിലയില്ല ഇവിടെ. പേരെങ്ങനെയാണ്? പേര് അംസ. എൻ്റെ പേര് അംസ. വീട് തൊട്ട വീട് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിയാണ്. കാരണം ഒരു രക്ഷയില്ല. എവിടെ ഒന്ന് ടൗണിൽ നിന്ന് പോയിട്ട് വരാനോ ഒന്നിനും ഒരു സൗകര്യമില്ലാത്തൊരു ഇതാണ്. ഇപ്പം ഇങ്ങനെ പേടിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ഇപ്പോൾ ഈ മെയിനായിട്ട് ഇപ്പോൾ ഈ കാടാണ് മേലെ നിങ്ങൾ കാണുന്ന നേരം മുമ്പില്ല ആ മനൻ്റെ അവിടെയാണ് ഇപ്പോൾ എല്ലാ സാധനവും ഉണ്ട് അവിടെ. ഇവിടുന്ന് പുലി വരുന്നത് ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇതിലാണ് വരുന്ന വഴി. ഫോറസ്റ്റ് നാൾ വന്നിട്ട് കാണിച്ചെന്ന് ഇതിലാണ് വരുന്നത്. ഇതിൽ തന്നെയാണ് ഇറങ്ങി വരുന്നത്. ഇപ്പം അടുത്ത 4 ദിവസം മുമ്പ് ഇവരെ വീട്ടിലതാ ഇവൻ്റെ വീട്ടിൽ കാൽപാദം കണ്ടാണ് രാവിലെ. ഇന്നലത്തെ മയക്ക അതിൻ്റെ അടയാളം പോയി. അതിനത് സ്ഥിരമായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ആരോട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടൊരു ഫലം കിട്ടിയിട്ടില്ല. ദിവസം എന്ന് പറയുന്ന പോലെ വരുന്നുണ്ട്. ആ ദിവസം പറഞ്ഞ പോലെ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് രാത്രി ഇറങ്ങി നോക്കാൻ പേടിയാണ്. സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതന്നെ രാത്രി സമയങ്ങളിലേക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ പേടിയാണ്. പുറത്ത് പോകാനും പേടിയാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ആ പുലിയെ കണ്ടത് ഇതാ ഈ വീട്. ഈ വീട്ടിലാണ് തൊട്ട വീട്. ഇവരൊക്കെ ഇതിൻ്റെ തൊട്ട വീട്ടിലാണ്. അപ്പം ചെന്ന് പറയുന്നു ഇവിടെ എന്ന് പറഞ്ഞാല് ഇപ്പോൾ ആ സുഖമില്ലാത്ത ഒരു ആളെ കണ്ടില്ല, അവനും ഈ ഉമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ താമസിക്കുന്നത്. രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അവർ പുറത്തിറങ്ങാനും പേടിച്ചിരിക്കുന്നത്. എൻ്റെ തൊട്ട വീടാണ്. ആ കാണുന്നതാണ് എൻ്റെ വീട്. അവിടെയാണ് സംഭവം വന്നത്. ഇവിടെയാണ് വന്നത്. എവിടുന്നാ വീഡിയോ എടുത്ത? എവിടുന്ന വീഡിയോ എടുത്ത് അപ്പുറത്ത്. അപ്പം നമുക്ക് എന്തെങ്കിലും മെയിൻ റോഡ് ഇതിലെ കാട് പിടിച്ച് കിടക്കാണ്. ഇതൊക്കെ ആദ്യം ഉണ്ടാകാത്ത സംഭവം. ഈ കരിമ്പ് കാടുണ്ടല്ലോ, ഇതൊന്നും ആദ്യം ഉണ്ടാകാത്തതാണ്. ഇതൊക്കെ എങ്ങനെ വന്ന് വിട്ടെന്ന് അറിയില്ല. അല്ലല്ല, എസ്റ്റേറ്റിന്റെ സ്ഥലം ഇവിടുന്ന് ഈ ബൗണ്ടറിയിൽ അവിടുന്ന് എസ്റ്റേറ്റിന്റെ ഉള്ളൂ. ഇതിപ്പോ ഈ കാണുന്നത് ഏത് മതിലിന്റെ പുറത്താണ് വന്നിരുന്നത്? അത് ആ മേലെ വീടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പോകാനും ബുദ്ധിമുട്ടായിരിക്കും. ഇതില് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പല പ്രാവശ്യം കാണുന്നുണ്ട്. കാൽപ്പാടുണ്ടായിരുന്നു. ഇവിടെ ക്ലിയർ ആയിട്ട് കണ്ടിരുന്നു. ഇന്നലത്തെ മയക്ക് കംപ്ലീറ്റ് പോയില്ല. നമ്മളിപ്പോ പുലിയെ കണ്ട ആ വീഡിയോയിലുള്ള ആ വീടിന്റെ മുമ്പത്തെത്തിയിരിക്കട്ടോ. ഈ മതിലിന്റെ പുറത്താണ് പുലി ഉണ്ടായിരുന്നത്. ഈ ഒരു മതിലിന്റെ മുകളിലാട്ടോ പുലി ഇരുന്നതോ. അത് ഇരുന്നതിൻ്റെ ചെളിയും പാടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. കംപ്ലൈന്റ് കൊടുത്തിട്ട് 2-3 വർഷമായി. ഇന്ന് തീരുമാനം അടച്ചിട്ടാല് പിന്നെ അങ്ങനെ സൂക്കേട് വരെ എടുക്കും. നമ്മളോട് പടക്കമുള്ളത് ഇങ്ങനെ എത്ര എണ്ണം അല്ലേ? ഇഷ്ടം പോലെയാണ്. വീടിന് ചുറ്റും ഇതൊന്നും പേടി. 4 എണ്ണമായി. ഇച്ചിരി അനക്കം കുറഞ്ഞ അപ്പം 5 എണ്ണം. 5ാമത്തെ അടിയിൽ നിന്ന് വരുന്നു. പേരെങ്ങനെയാണ്? മുഹമ്മദ് കുട്ടി. ഇവിടെ ഈ മതിലിന്റെ ഇവിടെ നിന്നല്ലേ പുതിയ ഇവിടെ നിന്നാണ് കണ്ടത്. അല്ലേ? ആരാ വീഡിയോ എടുത്തത്? ആരാ വീഡിയോ എടുത്തത്? അവര് വീട്ടുകാരല്ലേ. വീട്ടുകാരല്ലേ? ഇത് രാത്രി എത്ര മണിയായപ്പോഴാണ് സംഭവം? രാത്രി 2-3 മണി ആയിട്ടുണ്ടാവും. അല്ലേ? എങ്ങനെ അവര് എങ്ങനെ ഇത് പുലിയാന്ന് മനസ്സിലാക്കിയവര്? അതില് ക്യാമറ പിടിച്ചപ്പോ കണ്ടിട്ടാണ് എടുത്തത്. എന്തായാലും ഒച്ച കേട്ടോ? അങ്ങനെ ശബ്ദം കേട്ടിട്ട്. ഈ ഭാഗത്ത് നല്ല രീതിയിൽ പുലി ഉണ്ടല്ലേ? പുലിയുണ്ട്. പുലിയും കടുവയൊക്കെ അതിൽ വരുന്നുണ്ട്. അല്ലേ? ആനയും പരത്ത ആനയുണ്ട്. ആനക്ക് ഈ വഴിക്കൊക്കെ വരുന്നല്ലേ? ആന ഈ റോട്ടിലേക്ക് കൂടെ ഇറങ്ങിയിട്ട് പോന്നല്ലേ? കുരങ്ങിന്റെ ശല്യോ? കുരങ്ങ് പറയണ്ട. നേരം വിട്ടാ ഇവിടെ അല്ലേ കുരങ്ങ്. ഫുൾ ടൈം ഇവിടെ തന്നെയാണ് കുരങ്ങല്ലേ.
ഒരു കൃഷി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കാൻ വയ്യ. കുരങ്ങ് പെരക്കകത്ത് കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ആ വീട്ടിന്റെ അകത്ത് കയറുന്നുണ്ട്. അല്ലേ? ഭക്ഷണങ്ങളൊക്കെ തെറ്റാക്കാണ്. ഇതെല്ലാം വീടുകളുള്ള പ്രദേശം അല്ലേ? വീടുകളുള്ള പ്രദേശമാണ്. നിറച്ചും വീടെന്ന് പറഞ്ഞാൽ അതാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ അപ്പുറമൊക്കെ ആയിട്ട് എല്ലായിടത്തും വീടുകളുള്ള പ്രദേശമാണ്. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ച ആ ഒരു എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമുണ്ട്. അവിടെ നിന്നാണ് പുലി ഇറങ്ങി വരുന്നത്. ഈ മതിലയിലാണ് പുലി ഇരുന്നത് കേട്ടോ. അവിടെ ഇരുന്ന ചെളിയും പാടുകളൊക്കെ നമുക്ക് കാണാം. അവിടെ ആ ജനലിൽ കൂടെയാണ് ആ ഒരു വീഡിയോ എടുത്തത്. ലൈറ്റ് ഇട്ടപ്പോഴത്തേക്കും പുലി ഇവിടുന്ന് പോവുകയായിരുന്നു. പേരെങ്ങനെയാണ്? ഹൈമാവതി. ഇവിടുത്തെ വന്യജീവി പ്രശ്നങ്ങളൊന്ന് പറയാമോ? ഇവിടുത്തെ വന്യജീവി പ്രശ്നം എന്ന് പറഞ്ഞാൽ വീടിന് ഭയങ്കര പ്രശ്നമായിട്ട് കുരങ്ങിൻ്റെ ശല്യമുണ്ട്. ഒരു 2-3 പ്രാവശ്യമായിട്ട് എൻ്റെ മീറ്റർ കടിച്ച് പറിച്ച് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. മീറ്റർ പിന്നെ വീട്ടിൽ കയറിയിട്ട് ഭയങ്കര സാധനങ്ങളൊക്കെ എടുത്തിട്ട് ജനലും വാതിലും ഒന്നും തുറന്നിടാൻ പറ്റില്ല. നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ വാതിലടയ്ക്കണം, അകത്തേക്ക് കയറിയാൽ വാതിലടയ്ക്കണം. യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ശല്യമാണ്. ഒരു വരവിൽ 10-500 കുരങ്ങ് വരും. എന്താ നമ്മൾ ചെയ്യുക? കുരങ്ങനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടല്ലേ? നല്ല ബുദ്ധിമുട്ടാണ് കുരങ്ങിനെ കൊണ്ട്. കുടിവെള്ളമൊക്കെ ഒന്നിനും നമുക്ക് സമ്മതിക്കില്ല. പൈപ്പൊക്കെ പൊട്ടിച്ചിട്ട് 3-4 പ്രാവശ്യം കിണറിന്റെ മോട്ടറിന്റെ പൈപ്പ് പൊട്ടിച്ചിട്ട് നേരെയാക്കിയിട്ടുണ്ട്. എല്ലാം പറിച്ചിട്ട് എല്ലാം നാശാക്കെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഭക്ഷണ സാധനങ്ങൾ അത് വേറെ, അരി സാധനങ്ങൾ കൊണ്ടെന്ന് വെച്ചാൽ അത് വേറെ. ഒന്നിപ്പോൾ ആരോട് നമ്മൾ പറയുക? ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം. പിന്നെ അതിന്റെ ഇടയിൽ കടുവ, പുലി എല്ലാവരും കൂടെ കടുവയും പുലിയും ഒക്കെ ഇറങ്ങുന്നുണ്ട്. 10-24 വീടുണ്ട്. പിന്നെ എസ്റ്റേറ്റിൽ ഇപ്പോൾ ഇവിടെ കാടൊക്കെ വെട്ടണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാട് വെട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നാളെ. ഞങ്ങൾക്ക് പുറത്തിറങ്ങി ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ വരുന്നതാണ്. വലിയ മനുഷ്യന്മാരായാലും നമുക്കിതിന് പേടിച്ചിട്ട് വന്യജീവിനെ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പുലി സ്ഥിരമായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലേ? പുലി 5-6 പുലി ഉണ്ട്. ആ കുന്നിലിങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ഇറങ്ങിയാല് ഞങ്ങൾ ഇതില് നടക്കണ റോഡല്ലേ. നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ? ഓ നേരിട്ട് കണ്ടിട്ടുണ്ട്. പേടിച്ചിട്ട് ഓടിയിട്ടുണ്ട്. ആനയാണ്, പുലിയാണ്, എല്ലാരും ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പരാതിപ്പെട്ടിട്ടുണ്ടോ? പരാതിപ്പെടണം എന്ന് പറഞ്ഞപ്പോ കോടതിയിൽ കുരങ്ങിന്റെ ഇതിന് പരാതിപ്പെട്ടിട്ട് പിന്നെ എത്രയോ ആൾക്കാരെ കണക്ക് വേണമെന്ന് പറഞ്ഞു കോടതിയിൽ. അപ്പൊ ഇവിടെ ആകെ 24 വീട് വരെ ഉള്ളൂ. ആർക്കൊക്കെ പരാതി. എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? 25 വർഷമായി. എത്ര നാളായി ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരാൻ തുടങ്ങിയിട്ട്? ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയിട്ട് 10-15 വർഷമായി. ആണല്ലേ? 15 വർഷമായിട്ട് പുലിയുടെ പ്രശ്നമുണ്ട്. കുരങ്ങിന്റെ ആണല്ലേ? 15 വർഷമായിട്ട് നിങ്ങൾ നേരിടും. കുരങ്ങും ഉണ്ട്, പുലിയുണ്ട്, പിന്നെ കടുവുണ്ട്. ഇപ്പൊ കുറച്ച് കൂടുതൽ കൂടിയില്ലേ? ഇപ്പൊ കടുവയും പുലിയൊക്കെ കുറച്ച് കൂടുതലാണ്. ഈ റോഡിനൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ആന ഈ വളവ് വരെ വരും. കടുവ കണ്ടിട്ടുണ്ട്. കടുവ ഇതിങ്ങനെ പാസ്സായിട്ടുണ്ട്. ഇതിലെങ്ങനെ പാസ്സായി പോകും. മേലെ മെയിൻ റോഡ് മുറിച്ചിട്ട് ഇങ്ങോട്ട് കിടക്കും. എസ്റ്റേറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ? എസ്റ്റേറ്റ് മൂടി കിടക്കണോണ്ട്. പേരെങ്ങനെയാണ്? പേരോ? ജമീല. ഇവിടെ ഈ തേയിലൊക്കെ നുള്ളാൻ പോകുന്നു. പുലിയൊക്കെ ഇങ്ങനെ ഉള്ളപ്പോ അതാണ് പേടിയാണ്. ഒറ്റക്ക് പോകാൻ പറ്റൂല, കൂടെ ആള് വേണമെന്നെങ്കിലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ നേരില് കഴിഞ്ഞ പ്രാവശ്യം റൂട്ടർ കണ്ടിക്കുന്നത് ഞങ്ങളെ ചെടിയില്. പിന്നെ ചത്തിട്ടും കണ്ടിക്കുന്നു. അല്ല, കടുവ ചത്തിട്ടും കണ്ടിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം കാപ്പി പറിക്കുന്ന കാപ്പിത്തോട്ടത്തിലുണ്ടായിരുന്നു. അതിന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്, ആ എസ്റ്റേറ്റ് തന്നെ. പിന്നെ എല്ലാ മൃഗങ്ങളെ കൊണ്ട് ശല്യമാണ്. ആന ഒരു ഭാഗത്തുണ്ട്, പുലി ഒരു ഭാഗത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങളും ഈ അടുത്ത പ്രദേശത്തൊക്കെ കാടുകളുണ്ട്. അതൊന്നും വെട്ടാനൊന്നും പറയാത്തത് കൊണ്ട് പിന്നെ പറഞ്ഞാലും പോലെ ആരും ഒന്നും ചെയ്യൂല. തൊട്ടടുത്തുള്ള അയൽവാസികൾ വരെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾക്ക്. വെള്ളത്തിൽ എലി വരെ ചത്തിട്ട് ഇറങ്ങാറായിക്കണ്. ഈ കാട് കൊണ്ടാണ്. ഇതുവരെ ഇത്രയും കാലം താമസിച്ചില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുരങ്ങ് വന്നാൽ ഞങ്ങൾക്ക് ഒച്ചയിട്ട് ഞങ്ങൾ മതിയായ സീറ്റൊക്കെ പൊട്ടിച്ചൊക്കെ നശിപ്പിച്ചിരിക്കുന്നത്. പുകക്കോയിൽ പൊട്ടിച്ചിട്ട് ഞാൻ അടുപ്പ് കത്തിക്കലില്ല. ആ രീതിയിലാണ് ഇപ്പൊ ഞാൻ ഒക്കെ നശിപ്പിച്ച് അതാക്കുന്ന. കുരം മരത്തുമെന്ന് ചാടിയിട്ട് പൊട്ടിച്ചിട്ടിട്ട് തീ കത്തിക്കാൻ പറ്റാതെ ഞാൻ കറണ്ട് മേലെ ചോറൊക്കെ വെക്കുന്നത്. 1 മാസത്തോളായി പൊട്ടിച്ചിട്ട്. കുരക്കൊക്കെ കയറും, കണ്ണ് തെറ്റിയാ കയറും. കയറാതെ ഞങ്ങളിങ്ങനെ സൂക്ഷിക്കുന്നത് കൊണ്ട് കയറുന്നില്ല. പറയണ്ട. സീറ്റൊക്കെ പൊട്ടിച്ച്, സാധാ സീറ്റ് പൊട്ടിച്ചിട്ട് ബാത്റൂമിന്റെ ചുമര് വരെ പൊട്ടി വീണിക്കണ്. വന്നാൽ കാണാതൊക്കെ. അങ്ങനത്തെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ സഹിക്കുന്നത്. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു മൃഗമല്ലൊന്നും കാട്ടാൻ പറ്റൂലല്ലോ. ഇങ്ങനെ ആട്ടി വിടുക എന്നല്ലാണ്ട് പിന്നെ വീട്ടിൽ ഞങ്ങളുണ്ടോ? പണിക്ക് പോകുമല്ലേ, വരുമ്പോഴെല്ലാം നശിപ്പിച്ചിട്ടുണ്ടാവും. കറണ്ടിൻ്റെത്, വെള്ളത്തിന്റെ ടാങ്കൊക്കെ ഇതാക്കിയിട്ട് നാള് വെള്ളം കുടിക്കുക, പൈപ്പൊക്കെ മുറിച്ചിട്ടിക്കണ്. എന്നിട്ട് ഉള്ളിൽ കൂടെ ഇതാക്കിയിട്ടൊക്കെ കൊടുത്തിക്കണേ ഇപ്പൊ പൈപ്പ്. മുകളിലുള്ള കല്ലൊക്കെ തട്ടിയിടുക, ഇതെല്ലാം തന്നെയാ പോലെ ബുദ്ധിമുട്ടിക്കല്. പിന്നെ വെയ്യാത്ത ആളാണ് വീട്ടിലുള്ള. 100 വട്ടം മേലൊക്കെ കയറി ആട്ടാൻ പറ്റുമോ? അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നല്ലോണം ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ
ഫോറസ്റ്റുകാരെ വിളിച്ച് ഇവര് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നവര് വന്ന് നോക്കി പോയിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ 13 വർഷമായി ഇവിടെ താമസിക്കുന്നത്. അന്ന് മുതൽ ഇതുവരെ ഞങ്ങൾ ദുരിതങ്ങൾ അനുഭവിച്ചിട്ട് തന്നെ ജീവിക്കുന്നു. പേര് സുമ. പിന്നെ കുരങ്ങ് ഷീറ്റൊക്കെ വന്നിട്ട് കുലുക്കി പൊട്ടിക്കുക. പിന്നെ കുട്ടിയുണ്ട്, ചെറിയ കുട്ടികൾ, അയറ്റുകളൊന്നും പുറത്ത് വിടാൻ പറ്റില്ല, മുറ്റത്തേക്ക് ഇറക്കാനേ പറ്റില്ല, 2 വാതിലും അടച്ചിട്ട് അകത്തിരിക്കണം. ഇതൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ. അകത്ത് കയറുന്നുണ്ട്. എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ അവർ അകത്തേക്ക് കയറുക. ഇതൊക്കെ സാധനങ്ങൾ നശിപ്പിക്കുക. പിന്നെ നിങ്ങളൊക്കെ ഈ തേയില നുള്ളാൻ പോകുമ്പോൾ പുലിയുടെ പ്രശ്നമുള്ളൂ അല്ലേ? പുലിൻ്റെ പ്രശ്നം ഇവിടെയൊക്കെ പുലി തന്നെ. പുലി, കടുവ നമ്മളെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു. രാവിലെയൊക്കെ അതിലേക്ക് പോകാനൊക്കെ പേടിയാണ്. കാടാണ്. പിന്നെ ഞങ്ങളെ ഈ അപ്പുറം പെരുന്തട്ടക്കാട് ആണ്. അതുകൊണ്ടൊക്കെയാണ് അതിൻ്റെയൊക്കെ അതാണ് ബുദ്ധിമുട്ടാണ്. കാട് പിടിച്ച് കിടക്കണം. അതൊക്കെ ഒന്ന് വെട്ടി തെളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ചോലി എല്ലാ വർഷങ്ങളായിട്ട് നിങ്ങളിത് നേരിടുന്നുണ്ടല്ലോ ഈ പ്രശ്നം? കുറച്ചായിട്ട് ഉണ്ട്. ആദ്യം ഞങ്ങളിവിടെ വന്ന ഉടനെ ഒന്നും ഒരു ശല്യമില്ല. ഇപ്പോൾ കുറച്ചായിട്ട് ഇതന്നെ കാട്ടുപന്നി, ഒരു സാധനം ഉണ്ടാക്കി തിന്നാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാ. ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വീടും സ്ഥലവും ഉണ്ട് എന്നല്ലാതെ. ഇതാണ് എൻ്റെ വീട്. വീടിൻ്റെ ഫുള്ളും പിന്നെ ഓടെല്ലാം കുരങ്ങൻ പൊട്ടിച്ചിട്ട് നാശാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ബാത്റൂമിൽ ഷീറ്റ് മാറ്റിയതാണ് മൊത്തം. പിന്നെ ബാക്ക് വശത്ത് മഴക്കാലം ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല, ആകെ ചോർന്നിട്ട അവസ്ഥയാണ്. അപ്പുറത്തെ സൈഡിലും ഉണ്ട്. ഇപ്പോൾ പണിക്കാരെ വിളിച്ചിട്ട് പിന്നാളെ ഫ്രണ്ട് മാറ്റിച്ചതാണ്. ഒക്കെ പോയിരുന്നു പൊട്ടിച്ചിട്ടിട്ട്. കണ്ടില്ലേ, ഇതിപ്പോ ഇന്ന് തള്ളിയിട്ടതാ. കണ്ടില്ലേ ഫുള്ളും. പിന്നെ ടിവിന്റെ ചാനൽ കംപ്ലീറ്റും കട്ട് ചെയ്തിട്ട് പല പ്രാവശ്യം നമ്മൾ ആളെ വിളിച്ചിട്ട് നന്നാക്കുന്നു. ഈ ഓട് മൊത്തം കളഞ്ഞാലാ. പിന്നെ അത് ഉള്ളിൽ കയറി കംപ്ലീറ്റ് ഓട്ടിയാ. മൂലോടൊക്കെ ഇളക്കിയിട്ടുണ്ട്. നമുക്ക് നിൽക്കാൻ പറ്റും. രാത്രിയൊക്കെ പേടിയാ. പിന്നെ പകല്, രാത്രിയല്ല. ഒച്ചപ്പാടുണ്ടാക്കും. പടപടോന്ന് പറയുമ്പോ പേടിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങല. രാത്രിയും വരുന്നുണ്ടല്ലോ? ഇല്ല, പകൽ 6 മണി കഴിഞ്ഞാൽ വരില്ല. ഇല്ല രാത്രിയല്ലേ നമുക്ക് കാരണം ഇനിയത്തെ മഴയുമ്പോഴേക്ക് നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. നമ്മൾ ആരോടെയും പരാതി കൊടുക്കണ്ട്, എവിടെ ചെയ്യണം ഒരു പിടുത്തവും കിട്ടുന്നില്ല. കുറേ നമ്മൾ ഫോറസ്റ്റിലൊക്കെ പരാതി കൊടുത്തതാ. വീട്ടിലിരുന്ന കുരങ്ങ്, മുറ്റത്തിറങ്ങിയ പുലി. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴേക്ക് ഇപ്പുറത്ത് ബേക്കൂടി രാവിലെ എടുത്തോണ്ടോ അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങളും കറി ഉണ്ടാക്കി എല്ലാം കൈയിട്ട് വാരുക, കഴിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഫുള്ളും നാശാക്കാണ്. ഇപ്പൊ അവിടെ ഓട് പൊട്ടിച്ചിട്ട് ബാത്റൂം കംപ്ലീറ്റും ചോരുക. വീടിന്റെ അകത്തേക്ക് കയറിയാൽ മൊത്തം ഇതുപോലെ ഓട് കംപ്ലീറ്റ് ഇളക്കി കിടക്കുക. മൂലോടെ കംപ്ലീറ്റ് പിന്നെ ഓട്സ് അകത്ത് കയറിയാ കാണാം. പരാതി കൊടുത്തിട്ടൊന്നും ഒരു രക്ഷയില്ലല്ലേ? നമ്മൾ ഈ പിന്നെ എന്താ പറയുക ഗ്രൂപ്പിലൊരു കണ്ടിട്ട് ഞാൻ പരാതി കൊടുക്കുമ്പോൾ അതിങ്ങനെ വീണ്ടും റിപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും ഹലോ വരേണ്ട ഒരു മാർഗവും ഇല്ല. വലിയ ബുദ്ധിമുട്ടല്ലേ എല്ലാം കൊണ്ടും? ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരം വെളുത്താലല്ലേ സത്യം പറഞ്ഞാല് നമുക്ക് പണിക്ക് കൊടുത്തേ കുരങ്ങൻ. ഇന്നത്തെ ചിന്ത വൈകുന്നേരം പുലി, കടുവ, പന്നി. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. കാരണം മൈൻഡിൽ ഫുള്ളും കുരങ്ങനും പന്നിയും കാട്ടുമൃഗങ്ങളാണ്. പണി സമ്പാദ്യമൊന്നും അല്ല, ഫുൾ ഇതാണ് മരിക്കുന്നത്. ഇതാണ് അവസ്ഥ. ഇവിടെ രാവിലെ 6 മണിക്ക് പോകേണ്ടവർക്ക് മാനന്തവാടിയാണ്. പക്ഷെ ഡേഞ്ചറാണ്. പേടിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ 6 മണി കഴിഞ്ഞാൽ നമ്മൾ ചുണ്ടേന്ന് ഓട്ടോറിക്ഷ വിളിച്ചു വേണം വരണമെങ്കിൽ. ഫോറസ്റ്റുകാർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ, 6 മണി കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങി നടക്കുന്ന കാര്യമാണോ? പണിക്ക് പോകുന്നവർക്ക് കറക്റ്റ് സമയത്ത് 4 മണിക്ക് 3 മണിക്ക് വീടെത്താൻ പറ്റുമോ? സ്കൂൾ പിള്ളേർ വരാൻ പറ്റുമോ? ഇതൊക്കെ തന്നെ പ്രശ്നം. രാവിലെ 6 മണിക്ക് ഇവിടുന്ന് വൈകുന്നേരം ഇതുപോലെ തന്നെ ചിലപ്പോൾ വൈകിട്ടൊക്കെ വരാം. 10 രൂപ ആരെങ്കിലും കൂട്ടിനെ വിളിച്ചിട്ടേ വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഓട്ടോ വിളിച്ചു 10 രൂപ കൊടുത്ത് വരേണ്ടത് നമ്മള് 100 രൂപ ഓട്ടോറിക്ഷ കൊടുത്ത് 150 രൂപ കൊടുത്ത് വരണം. പിന്നെ ചപ്പരയിൽ ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾ വിളിച്ചു നോക്കും. ഇവിടെ ആളുണ്ടോ, ഞങ്ങൾ അറിയുന്ന 1-2 ആളുണ്ടോ അവിടെ. അപ്പം അടുത്ത വാച്ചറൊക്കെ വിളിച്ച് നോക്കും. ഞങ്ങളുണ്ടോ അവിടെ, എന്നത്തെ ഞങ്ങളവിടെ ഇറങ്ങുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് വരേണ്ട ഒരു അവസ്ഥയാണ്. 10 രൂപയ്ക്ക് ഞങ്ങൾ 70 രൂപ വണ്ടിക്കൂലിയും കളഞ്ഞിട്ട് ഓട്ടോ വിളിച്ച് വരണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ. ഇതിപ്പോ കഴിഞ്ഞ ദിവസം മാറ്റിച്ചതാ, എന്നിട്ട് ഓട് തേക്കിയില്ല, കണ്ടില്ലേ? മാറ്റിയാലും പിന്നെ അവര് ഓടിക്കാനൊന്നും ആരെ ഭാഗത്തുനിന്ന് ഒരു നടപടിയില്ല. ആരുടെയും ഒന്നടിച്ച പുലിനെ പറഞ്ഞ സമയത്ത് അവിടേക്ക് ഒരു ക്യാമറ വെച്ച് പോയി എന്നല്ലാണ്ട് ഇന്ന് കണ്ട പുലി ഇപ്പൊ നമ്മൾ അടുത്ത വീട്ടിലല്ലേ കാണുക, ഇവിടെ തന്നെ കാണണമെന്നില്ലല്ലോ. നമ്മളെ കറിയൊക്കെ രണ്ടാമത് വെക്കേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ ആഴ്ച കറി വെച്ചിട്ട് കൈയിട്ട് വാരി, പിന്നെ വീണ്ടും കറി വെക്കേണ്ടി വന്നു. ഭക്ഷണം മര്യാദക്ക് നമുക്ക് എടുത്തു വെക്കാൻ പറ്റാ. എന്താ പറയാ, അവിടെ ഒരു കടുവ ചെത്തപ്പുളക്ക് ഡൽഹിയിൽ നിന്ന് വരെ ആൾക്കാരെത്തി. ഇവിടെ ഒരു മനുഷ്യൻ ചെത്ത് പറഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും വരുമോ? അപ്പൊ മനുഷ്യൻ എന്ത് വിലയല്ല? മൃഗങ്ങൾക്കാണോ വില, മനുഷ്യനാണോ വില? കുരങ്ങ് ചാടിയിട്ട് പൊട്ടിപ്പോയി. ഷീറ്റ് പൊട്ടി കിടക്കാൻ പറ്റില്ല. അവൻ കിടക്കുന്നവിടെ തന്നെ ചോരുന്നുണ്ട്. ഭയങ്കര ശല്യ കുരങ്ങിനെ കൊണ്ട്. എനിക്കാണെങ്കിൽ സുഖമല്ലാത്ത നേരെ വെളുത്താ കുരങ്ങിന്റെ പുറകെയാ.
ഓടിച്ച് മടുക്കും, നടക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അരച്ചിൽ വരും ഓടിച്ചിട്ട്. എന്തെങ്കിലും ഒരു തീരുമാനമായിട്ടില്ല, ഞങ്ങൾ ആകെ എല്ലാവരും കുടുങ്ങും. മൊത്തം ഇവിടെ 24 വീടുണ്ട്. ഞങ്ങൾ ഈ 24 വീടും ഇത് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. പിന്നെ മോനൊക്കെ വരുന്ന രാത്രിയാണ് വരിക. അവരൊക്കെ വരുമ്പോൾ പുലിന്റെ ശല്യമോ അതും ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പോൾ വണ്ടിയിൽ കിടന്നുറങ്ങും വന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാഞ്ഞിട്ട്. രാത്രി പേടിയായിട്ട് മോന് 2 പ്രാവശ്യം ഓട്ടം പോയിട്ട് വരാൻ വയ്യാഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് വണ്ടി ലോക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നു. എന്നിട്ട് രാവിലെ വീട്ടിലേക്ക് വന്നു. ഭയങ്കര പ്രശ്നമാണ്. എങ്ങനെ ഞങ്ങൾ ജീവിക്കുന്നതന്നെ അറിയില്ല. അതും പോരാത്ത ഷീറ്റ് വീടുമാണ്. ആസ്പെറ്റോസാണ്. കിടക്കുന്ന ഭാഗം തന്നെ പൊട്ടിപ്പോയി. എന്നിട്ട് ഇന്നലെ ഫോറസ്റ്റുകാരെ വിളിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, അവര് വന്ന് കുറെ ആട്ടി അവര് പോയ പുറകെ കുരങ്ങ് വീട്ടിലേക്ക് എത്തി. ഒന്നും ഞങ്ങൾ ഇതുവരെ അതിന് കൊടുത്തിട്ടില്ലായിരുന്നു. ഇവരോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണെന്ന്. അവരെന്താ ചെയ്യുക, അവര് വന്ന് അവര് പോയി എന്ന് മാത്രം. പേരെങ്ങനെയാണ്? പേര് സനോജ്. ഇവിടെ കൂടുതലും കാണിക്കും പെരുന്തട്ട എസ്റ്റേറ്റ് ആണിത്. ഇതിന്റെ തൊട്ട് പുറകിലാണ് ആ കാണുന്ന കുന്നുള്ളത്. ഞാൻ ആ പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്തിരുന്നു. അപ്പൊ അവര് എന്താ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം വെച്ചാല് നമ്മൾ ഇവിടുത്തെ വന്യമൃഗത്തിനോട് ബുദ്ധിമുട്ടാണ്. ഏറ്റവും അടുത്ത് കിടക്കുന്ന അതാണ് എന്റെ വീട്. ഇവിടെ കൂടുതലും ഞങ്ങൾ അടുത്താണ് നിൽക്കുന്നത്. തൊട്ട് പുറകിൽ കുന്നും കാടും എസ്റ്റേറ്റും ആണ്. അപ്പൊ ഇവര് പണിയെടുക്കാത്തതുകൊണ്ട് ഫുള്ള് കാടായി കിടക്കുന്ന പുലിക്ക് എന്റെ വീട്ടിൽ നിന്ന് നായിനെ പിടിച്ചു കൊണ്ടിട്ടുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. 2-3 വട്ടം വന്ന് കൊണ്ടുപോയി എല്ലാം ചെയ്തിട്ട് കൊന്നതാണ് പുലി പിടിച്ചോണ്ടായിട്ട്. പിന്നെ കുരങ്ങന്റെ ശല്യം ഒരുപാടാണ്. നമുക്ക് പുറത്തിറങ്ങാനോ കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങി കളിക്കാനോ ഒന്നിനും നടക്കൂല. കാരണം ഫുഡ് ഒക്കെ ഉള്ള സാധനങ്ങളും എല്ലാം കുരങ്ങകത്ത് കയറി കൊണ്ടുപോവാണ്. ഈ കോൺക്രീറ്റ് വീടിന്റെ അകത്തും കയറുന്നുണ്ട്. അതെങ്ങനെ? അത് അടുക്കള വഴി കൂടെ കയറും. അടുക്കള ഷെഡാണ്. അപ്പൊ അതിനുള്ളിൽ കൂടെ എയർ ഹോൾസിന്റെ ഉള്ളിൽ കൂടെയും ചെറിയ കുരങ്ങൾ കയറി പോകും. അപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അത് എന്തായാലും നമുക്കൊന്ന് പരിഹരിക്കേണ്ട ആവശ്യമുണ്ട്. അതെന്തെങ്കിലും തീരുമാനമാക്കി തരണം. ഇത്ര അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കില്ല ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മൾ വീട്ടിലേക്കുള്ള വഴിയാണത്. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതിന്റെ തൊട്ട് പുറകെ മൊത്തം കാടാണ്. അപ്പോൾ നമ്മളിത് മാക്സിമം പഞ്ചായത്തിൽ ഞങ്ങൾ ഒരു വട്ടം പോയി അപേക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ സെക്രട്ടറിക്കാണ് കൊടുത്തത്, പ്രസിഡന്റിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവര് തീരുമാനമാക്കി തരാമെന്ന് പറഞ്ഞത്. ഇതുവരെ അതിൻ്റെ ഒരു തീരുമാനം കാര്യങ്ങളും ആയിട്ടില്ല. പിന്നെ നമ്മളെ വീടിൻ്റെ സൈഡ് ഇടിഞ്ഞിട്ട് ഞങ്ങൾ അപേക്ഷയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരും തീരുമാനമാക്കിയിട്ടില്ല. അതൊന്നും പ്രത്യേകിച്ച് തീരുമാനമാക്കുക. വീടിൻ്റെ ഒരടി കൂടെ ഉള്ളു വീട് വിള്ളലും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇത്ര അടുത്ത് തീരെ ഒരടിയിൽ മാക്സിമം ഒരടി ഉള്ളൂ. അത് വീടിന് ഈ സൈഡ് ഫുള്ള് വിള്ളലും കാര്യങ്ങളും വന്നിട്ടുണ്ട്. വിള്ളലെത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ സംഭവിച്ചത്? അത് കഴിഞ്ഞ 2 പ്രളയത്തിൽ വന്നതാണ് ഈ പ്രശ്നം വന്നത്. അതിന് മുന്നേ എന്തോരം മണ്ണുണ്ടായിരുന്നു? 3 അടി വഴി ഉണ്ടായിരുന്നു. അത്ര ഉണ്ടായിരുന്നു? 3 അടി വഴിയും പോയി. ഇവിടെ ഒരു മുളക്കൂട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മാക്സിമം വീടിന് പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ അത് മാക്സിമം ഒന്ന് എന്താ പറയുക, ഒന്ന് റെഡിയാക്കി തരിക. പിന്നെ വന്യമൃഗത്തിൻ്റെ കാര്യങ്ങളും നമ്മളെ ഈ വീടിൻ്റെ സൈഡിൻ്റെ കാര്യം ഒന്ന് മാക്സിമം ഒന്ന് റെഡിയാക്കി തരികയാണെങ്കിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ ഇവിടെ. ഞങ്ങൾ പ്രളയം വരുമ്പോൾ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ വേറെ വീട്ടിലേക്ക് പോവുകയാണ്, വാടകയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ ആ മഴ കഴിയുമ്പോഴാണ് ഞങ്ങൾ ഭയങ്കര വെള്ളമായിരിക്കും. ഈ അവരെ വീടിൻ്റെ ലിൻഡിൽ പൊക്കം വരെ വെള്ളം കയറും. അവിടെ വരെ എത്തും. പിന്നെ ഈ കാണുന്ന ഇവിടെ മാത്രമല്ല, ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. ഇവിടെ ഫുള്ളും വെള്ളമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താമസിക്കുന്നവർക്ക് തന്നെ പേടിയാണ്. കാരണം കൂടുതലും ഞങ്ങൾക്കാണ് പേടിയുള്ളത്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ 3 അടി വഴിയുള്ളത് മൊത്തടി ഇടിഞ്ഞിപ്പോൾ ഒരടി മാക്സിമം ഉള്ളൂ വീടിൻ്റെ അടുത്ത്. വീടിന് വിള്ളൽ വന്നിട്ടുണ്ട്. അതൊന്ന് മാക്സിമം ഒന്ന് ഞങ്ങൾക്ക് ചെയ്തു തരാം. സൈഡ് കെട്ടാനും പിടിക്കാനും. ഞങ്ങൾക്ക് എന്തായാലും ഞാൻ 2ാം നിലയിൽ നിന്ന് ബിൽഡിങ്ങിൽ നിന്ന് വീണിട്ട് കിടപ്പിലായതാണ്. അപ്പോൾ ഞാൻ സൈക്കാട്രിൻ്റെ മരുന്നും കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ എനിക്ക് വെയിറ്റുള്ള പണിക്കോ കാര്യത്തിന് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വൈഫ് ജോലിക്ക് പോയിട്ടാണ് ഇപ്പോൾ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ 2 കുട്ടികളുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ വന്യമൃഗ പ്രശ്നങ്ങളും ഉണ്ട്. ഏതായാലും നമ്മൾ ഇന്ന് ആ ഒരു ഗ്രാമം എന്നല്ല, ആ ഒരു 10-24 വീട്ടുകാർ താമസിക്കുന്ന ആ ഒരു പ്രദേശം നമ്മൾ നേരിട്ട് പോയി കണ്ടു. അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടു. വളരെ ഭീകരമാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. 3-4 പുലി ഉണ്ടെന്നൊക്കെയാണ് അവർ നമ്മുടെ അടുത്ത് സംസാരിച്ചത്. വലിയ തോതിൽ, അതായത് ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകെ കാണുന്ന പെരുന്തട്ട എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള, നമ്മൾ പെരുന്തട്ടയിൽ പലതവണ നമ്മൾ കാണിച്ചിട്ടുണ്ട് പുലി ആ പാറപ്പുറത്ത് കിടക്കുന്ന വിഷ്വലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിനോട് തൊട്ട് താഴെ കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ
വന്യമൃഗശല്യം അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. മാത്രമല്ല കുരങ്ങ് വീടിനകത്തൊക്കെ കയറി ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ വീട് പൂർണ്ണമായിട്ടും തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്കാണ്. ഓടൊക്കെ പൊട്ടിക്കിടക്കുന്ന നമ്മൾ കണ്ടാണ്. പല വീടും ചോർന്നൊലിക്കുകയാണ്. ഇപ്പോൾ ആസ്പെറ്റോസ് പൊട്ടിക്കുന്നു, എല്ലാ കറണ്ടിൻ്റെ മീറ്ററുകൾ പൊട്ടിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും വന്യമൃഗ പ്രശ്നം കൊണ്ട് ആളുകൾ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഈ ഒരു 9-ാം നമ്പർ എന്ന് പറയുന്നൊരു പ്രദേശം. അധികമൊന്നും ഇതിനെക്കുറിച്ച് വാർത്തകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇവരിങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ഞങ്ങളുടെ സ്ഥലം ഒന്ന് വന്ന് എടുക്കണം എന്നുള്ളത്. ഏതായാലും ആ ഒരു പ്രദേശം നമ്മൾ പോയി കണ്ടു. വരും ദിവസങ്ങളിലും ഇത് രൂക്ഷമായിട്ട് വരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്